പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല ശമരിയക്കാരനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ആശയങ്ങൾ ആഴത്തിലേക്ക് ജനഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് വെളിപ്പെടേണ്ടതിന് യേശു ഉപമകളിലൂടെയാണ് ജനങ്ങളോട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഒരു ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ്. ഒരു യഹൂദ മതനേതാവ് ഇങ്ങനെ ചോദിക്കുക പതിവല്ല, എന്നാൽ ഇവിടെ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചോദിച്ചത്. ന്യായപ്രമാണം മുഴുവനും അവൻ നന്നായി അറിയാമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, ഇതെല്ലാം എനിക്കറിയാം, ഞാൻ സ്നേഹിക്കുന്നു. ന്യായപ്രമാണം അറിയാമെങ്കിലും കൂട്ടുകാരൻ ആരാണെന്ന് അറിയില്ലാത്ത മനുഷ്യൻ. ലേവായൻ, പുരോഹിതൻ, ശമരിയക്കാരൻ, 3 വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുരോഹിതൻ ദേവാലയ ശുശ്രൂഷകൾ ചെയ്യുന്നു. ലേവായൻ ആ പുരോഹിതനോട് ചേർന്നുള്ള ശുശ്രൂഷയിൽ പങ്കാളിയായവൻ. എന്നാൽ ഒരു മനുഷ്യൻ അർത്ഥപ്രാണനായി ആരും സഹായിക്കാനില്ലാതെ വഴിസൈഡിൽ കിടന്നപ്പോ ഇവര് 3 പേരിൽ 2 പേർ തിരിഞ്ഞു നോക്കിയില്ല. പുരോഹിതനും ലേവായനും നോക്കിയില്ല. എന്നാൽ ശമരിയക്കാരനായ മനുഷ്യൻ, നല്ല ശമരിയക്കാരൻ, ആ അർത്ഥപ്രാണനായ മനുഷ്യനെ എടുത്ത്, ഇവിടെയാ കർത്താവ്, നീ നിന്നെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രത്തോളം കൂട്ടുകാരനെ സ്നേഹിക്കണം. ആ ശമരിയക്കാരൻ തന്റെ വാഹനം മൃഗത്തിന്റെ മുകളിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിക്കുന്നു. ആരാണ് ഇവൻ യഥാർത്ഥ കൂട്ടുകാരൻ? നന്മ ചെയ്തവൻ. ദൈവത്തോട് കൂടെ ജീവിക്കുന്നവന് നന്മയും കൂടെ ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രിയമുള്ളവരെ, വേദനിക്കുന്നവന്റെ വേദന കാണാതെ നമ്മൾ പോകരുത്. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം കാണാതെ നമ്മൾ പോകരുത്. ദുഃഖിക്കുന്നവന്റെ ദുഃഖം കാണാതെ പോകരുത്. മരിച്ച വീട്ടിൽ വേർപാടിന്റെ ദുഃഖത്തിൽ കരഞ്ഞ് വിലപിച്ച് നിന്ന സഹോദരിമാരുടെ അടുക്കൽ ചെന്ന യേശു അവരോട് കൂടെ കരഞ്ഞ്, വിശ്വസിക്കുന്നെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ലാസറിനെ അടക്കിയ കുഴിമാടത്തിന്റെ അരികിൽ ചെന്ന് ലാസറെ പുറത്തു വരുവാൻ പറഞ്ഞ ആ ഒരു സംഭവം സഹോദരിമാർക്ക് തന്റെ സഹോദരനെ തിരികെ കൊടുക്കുന്ന ഒരു കർത്താവിനെ കാണാൻ കഴിയും. നന്മ ചെയ്യുന്ന, ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷകനെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ദൈവപ്രവൃത്തി വെളിപ്പെടണം. രോഗമായി വിഷമിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് അവനോട് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ രോഗം സുഖപ്പെടുന്നേ, ശരീരബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നേ, ജീവിതത്തിലെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നേ, കുടുംബത്തിന്റെ വഴക്കും പ്രശ്നങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നേ. ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നേ കൂടെ നന്മ ചെയ്യുന്ന വിധത്തിൽ ദൈവപ്രവൃത്തിയെ അവരുടെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. പുരോഹിതൻ അത് ചെയ്തില്ല. ലേവായനായി ഇത് ചെയ്തില്ല. ചെയ്തതോ നല്ല ശമരിയക്കാരനാ ചെയ്തത്. നീ ഏത് വിധത്തിലുള്ളവനാണെങ്കിലും
നല്ല ശമരിയക്കാരനിലൂടെ ദൈവം പ്രവർത്തിച്ചതുപോലെ ഒരു പുരോഹിതനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നേ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മുടെ അകത്ത് ദൈവം തന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ശമരിയക്കാരനെ പോലെ കർത്താവിന്റെ കൂടെ നന്മ, അത് ദൈവത്തിൽ നിന്നുള്ള നന്മയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ദൈവം തന്ന അതിൽ നിന്നുള്ള നന്മ കൊടുക്കണം. ദൈവം തന്നതെന്തോ അതിന്റെ നന്മയും ദൈവത്തിൽ നിന്നുള്ള നന്മയും നമ്മൾ കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹീതരാണ്. കർത്താവിന്റെ മഹത്വം, ഈ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റണം. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ നമ്മൾ കർത്താവിന്റെ കൂടെയാകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.